പഴയ അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ മറക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു. അതെ. അപ്പോൾ പക്ഷേ അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ചോദിക്കാൻ വന്നതും ആ ഒരു വിഷയമായിരുന്നു. അതായത് വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വോട്ടിന് വേണ്ടി, പണ്ട് EMS പറഞ്ഞ കാര്യം അങ്ങ് തന്നെ പല ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, വോട്ടിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനം, അതിനുശേഷം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കി ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു എന്ന് സംശയം തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളും തലോടി നിർത്തിയിരുന്ന ന്യൂനപക്ഷം പിണങ്ങില്ലേ എന്ന് തോന്നുമ്പോൾ ഒരു ന്യൂനപക്ഷ പ്രീണനവും, ഇത് വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന, എങ്ങനെയും വളയുന്ന ഒരു പ്രവർത്തനം, അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എത്രത്തോളം അപകടകരമായിട്ടുള്ള വലിയ അപകടങ്ങളായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 1987 EMS പറഞ്ഞത് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഉണ്ടാവണം. കാരണം കക്ഷികൾ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളുമായി ചേർന്നുകൊണ്ട് വളർന്നു വരികയാണ്. ആ ഭൂകമ്പത്തിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ CPIയുടെ മീറ്റിങ്ങിലും അവർ യോഗത്തിൽ അവസാനം പറഞ്ഞ അതാണ്, ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഐക്യനിര ഇവിടെ കെട്ടിപ്പടുക്കണം. അതിനകത്ത് അല്പം പോലും കറ പാടില്ല. അതുകൊണ്ട് EMS 87 എന്തായെന്നറിയാമോ, 86 തന്നെ കൂടുതൽ നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ വെറുതെ ചുമ്മാ ചീത്ത പറഞ്ഞ് വെളിയിലിറക്കി. അതായത് പിന്നെ അതിൻ്റെ നേതാക്കൾ കോഴിക്കോട് യോഗത്തിലിരിക്കുമ്പോൾ EMS അവിടെ കോഴിക്കോട് വെച്ച് പ്രസംഗിക്കുകയാണ്. 8 കെട്ടാം 10 കെട്ടാം എന്നും പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അധിക്ഷേപിച്ച് പിന്നെ മുസ്ലിമിൻ്റെ രീതികൾ, പിന്നെ അവരുടെ നിയമങ്ങൾ, ഇതൊക്കെ ശരീഅത്ത് നിയമങ്ങൾ, ഇതിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ഇവർക്ക് ഇറങ്ങി പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ആട്ടി ഇറക്കുകയാണ് ചെയ്തത്. കേരള കോൺഗ്രസിനെ അതുപോലെ അകറ്റി നിർത്തി. അപ്പോൾ ഒരു വർഗീയ പാർട്ടിയും ഒരു ഇവരൊന്നും പൂർണ്ണമായും വർഗീയമൊന്നും പറയാൻ പറ്റില്ല, ഒരു സെമി വർഗീയമായിട്ടാണല്ലോ ഇവർ കളിക്കുന്നത് ഈ കേരള കോൺഗ്രസ്സൊക്കെ. അതിനെ പോലും അദ്ദേഹം അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് പൂർണ്ണമായും CPM, CPI, RSP, പിന്നെ ജനതാദൾ, പഴയ ജനതാ പാർട്ടിയുടെ അവശിഷ്ടങ്ങൾ, സോഷ്യലിസ്റ്റ് കക്ഷികൾ മാത്രം ചേർത്തുകൊണ്ടൊരു മന്ത്രിസഭ അദ്ദേഹം 82 സീറ്റോടുകൂടി രൂപീകരിച്ചു. അതാണ് 1987 EMS മന്ത്രിസഭ, EK നായനാർ മന്ത്രിസഭ. അതുപോലെ ഒരു മന്ത്രിസഭ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്നു. കാരണം ഇന്ന് വർഗീയതയുടെ ഏറ്റവും വിപത്ത് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ചിന്തിക്കുന്നത് വർഗീയമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ സൗഹാർദ്ദം പൂർണ്ണമായും പോയി. അപ്പോൾ സർക്കാരും കൂടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്താൽ അതൊരു പക്ഷേ ആൻറ്റി ഇൻകമ്പൻസി കവർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മത സംഘടനകൾ എതിർഭാഗത്ത് ശക്തി കൂടിയുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ ഇതിനകത്ത് ഘടകങ്ങളാണ്. ഇപ്പോൾ BJPയുടെ പിന്നെ ഹിന്ദുക്കളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നു.